പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളുടെ മക്കളെല്ലാം പരാജയം സിനിമയിൽ അഭിനയിച്ചിട്ട്. അതേസമയം സിനിമയിലെ അണിയറ പ്രവർത്തകരുണ്ടല്ലോ, സംവിധായകൻ, മറ്റ് ടെക്നീഷ്യന്മാർ, അവരുടെ മക്കളെല്ലാം വിജയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്ന് പറയാം. ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ മകൻ ഷാനവാസ് പരാജയം. കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചിട്ട് പിന്നെ പിടിച്ചേക്കാൻ പറ്റിയില്ല. അതുപോലെ സത്യം മാഷ മകനും സതീഷ് സത്യനും പരാജയം. പിന്നീട് വന്ന് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് വൻ പരാജയം. മോഹൻലാൽ നിർമ്മിച്ചിട്ട് അഭിനയിക്കാന്നല്ലാണ്ട് വേറൊരാളും പ്രണവിനെ വെച്ച് പടം എടുക്കൂല. തീരെ അഭിനയമില്ലാത്ത നടനാണ്. അതുപോലെ ഇന്ത്യയിൽ അമിതാഭ് ബച്ചൻ്റെ മകൻ അഭിഷേക് ബച്ചന് വലിയ പേരൊന്നുമില്ല. കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ട് ഔട്ടായി. അതേസമയം അവിടുത്തെ അണിയറ പ്രവർത്തകനായ എൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ വീരു ദേവ്ഗണിൻ്റെ മകൻ അജയ് ദേവ്ഗണ് സൂപ്പർ താരമായി. പിന്നെ ചെറിയ നടനായ രാകേഷ് റോഷൻ, ചെറിയ നടനാണ്. ആ രാകേഷ് റോഷൻ്റെ മകൻ ഋത്തിക് റോഷൻ സൂപ്പർ താരമായി. ഇനിയിപ്പോൾ തമിഴിൽ പോയി കഴിഞ്ഞാൽ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ മകൻ വിജയ് സൂപ്പർ സ്റ്റാറായി. ആ സമയം ശിവാജിൻ്റെ മകനൊന്നും സൂപ്പർ സ്റ്റാറായിട്ടില്ല. ഇനിയിപ്പോൾ മലയാളത്തിലിപ്പോൾ മോഹൻലാലിൻ്റെ ഡ്രൈവറായ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ഇപ്പോൾ കുറച്ച് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ചിലപ്പോൾ അവന് ചാൻസ് കിട്ടും കുറേ പടത്തിൽ. അതുകൊണ്ട് ഒരു ഡ്രൈവറെ മകൻ ചിലപ്പോൾ വലിയ നടനാകും. അതായത് ഇപ്പോൾ സിനിമയിൽ പിന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാളുടെ മകനായിരിക്കണം, നല്ല സിനിമയിൽ എടുക്കും. തറവാട്ട് സ്വത്ത് പോലെ ഇപ്പോൾ ഉള്ളത്. സിനിമാക്കാരുടെ തറവാട്ട് സ്വത്തായി സിനിമ എന്ന് പറഞ്ഞാൽ പുറമേ ആരും എടുക്കൂല. ഇനി സിനിമയിൽ എന്തെങ്കിലും ഒരു ചായ കൊണ്ട് കൊടുക്കുന്ന പണിയെങ്കിലും വേണം. അപ്പോൾ അയാളെ മകൻ ഉണ്ടെങ്കിൽ അയാളെ മകനെ എടുക്കും. ചായ കൊണ്ട് കൊടുക്കുന്ന ലൈറ്റ് ബോയിൻ്റെ മകനുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കാലം പിടിച്ചിട്ട് സംവിധാനം കാലം പിടിച്ചിട്ട് അഭിനയിച്ച് അവന് രക്ഷപ്പെടാൻ പറ്റും. അല്ലാതെ പണ്ടത്തെ പോലെ പുറമേ നിന്ന് കുറേ നടന്മാർ വന്നിട്ട് അഭിനയിക്കലായാലും നിർത്തി. ഇപ്പോൾ ഈ സിനിമാക്കാർ മാത്രം കുറേ ദണ്ണപ്പൊരികൾ ഉണ്ട്. കുറേ പിന്നെ അതായത് നമ്മുടെ നാട്ടിൽ ദണ്ണപ്പൊരി എന്ന് പറയും. ദണ്ണപ്പൊരി എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികൾ കുറേ ഇപ്പം മന്ദബുദ്ധികളെ കയ്യിലാണ് ഇപ്പം മലയാള സിനിമ ഉള്ളത്. ആ മന്ദബുദ്ധികൾ പുറമേ നിന്ന് ആരും എടുക്കില്ല. സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളെ മാത്രമേ സിനിമ നടനാക്കും. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തു. ഓക്കെ.